തിരുവനന്തപുരത്ത് സ്കൂൾ ബസ് മറിഞ്ഞ് അപകടം. തിരുവനന്തപുരം മലമുകൾ സെന്റ് ശാന്താൾ ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂളിലേക്ക് സർവീസ് നടത്തിയ ബസ്സാണ് മറിഞ്ഞത്. ബസ്സിൽ 23 വിദ്യാർത്ഥികളുണ്ടായിരുന്നു. വിദ്യാർത്ഥികൾക്ക് എല്ലാവിധ സഹായവും ഉറപ്പാക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. വിവരങ്ങളുമായി സുലേഖ ചേരുകയാണ്. സുലേഖ, എങ്ങനെയാണ് ഈ ബസ് മറിഞ്ഞത്? എന്താണ് സ്കൂൾ അധികൃതർ പറയുന്നത്? ഇന്ന് രാവിലെ 8:30 കൂടിയാണ് ഈ തിരുവനന്തപുരത്ത് നെട്ടയത്തുള്ള മലമുകൾ സെന്റ് ഷാൻഡൽ സ്കൂളിലെ കുട്ടികളെ കൊണ്ടുപോകുന്ന ബസ് മറിയുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പുറകിലോട്ട് മറിഞ്ഞ് അതിന്റെ റോഡിന് താഴെയുള്ളൊരു വശത്തേക്ക് മറിഞ്ഞ് വീഴുകയായിരുന്നു ഒരു ബസ്സിൽ 32 വിദ്യാർത്ഥികളാണ് ഉണ്ടായത്. ആരുടെയും പരിക്ക് ഗുരുതരമല്ല എന്നത് തന്നെയാണ് നമുക്ക് സ്കൂൾ അധികൃതരിൽ നിന്നും അതിനൊപ്പം തന്നെ ആശുപത്രി അധികൃതരിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും മന്ത്രി വി ശിവൻകുട്ടി ഈ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച വിദ്യാർത്ഥികളെ നേരിട്ടെത്തി സന്ദർശിച്ചിരുന്നു. മന്ത്രിയും പറയുന്ന ഒരു കാര്യം, ഇത്തരത്തിൽ വിദ്യാർത്ഥികളുടെ പരിക്കുകൾ അത് ഗുരുതരമല്ല എന്നുള്ളത് തന്നെയാണ്. എന്തായാലും 32 പേരാണ് ഈ ബസ്സിൽ ഉണ്ടായിരുന്നത്. ഈ സ്കൂളിലേക്ക് വിദ്യാർത്ഥികളെ കൊണ്ടുപോകുന്ന ഒരു പ്രൈവറ്റ് ബസ്സാണ് ഇന്ന് രാവിലെ അപകടത്തിൽപ്പെട്ടത്. ഡ്രൈവർ അടക്കമുള്ള ആളുകൾ ഡ്രൈവർ അടക്കം 32 വിദ്യാർത്ഥികളാണ് ഈ ബസ്സിൽ ഉണ്ടായിരുന്നത്. പുറകിലോട്ടാണ് ഈ ബസ് മറിഞ്ഞു വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഒരു മരത്തെ തട്ടിയാണ് ഈ ബസ് അവിടെ തങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ വലിയ ഒരു അപകടമാണ് ഇതുമൂലം ഒഴിവായിട്ടുള്ളത്. എന്തായാലും ആരുടെയും പരിക്ക് ഗുരുതരമല്ല. സ്കൂളിന് മുന്നിൽ വെച്ച് തന്നെയാണ് ഈ അപകടം ഉണ്ടായതില്ലേ? അപ്പോൾ വാഹനം വേഗതയിലായിരുന്നില്ല എന്ന് മനസ്സിലാക്കാം. സിജു, അത് തന്നെയാണ്, വാഹനം വേഗതയിലായിരുന്നില്ല അത് തന്നെയാണ് അപകടത്തിന്റെ തോത് കുറയ്ക്കാൻ ഉണ്ടായ ഒരു കാരണം എന്ന് പറയുന്നത്. ഇത്തരത്തിൽ വിദ്യാർത്ഥികളെ ഇറക്കുന്നതിന് വേണ്ടി സ്കൂളിന്റെ കവാടത്തിലേക്ക് ഈ ബസ് എത്തിയിരുന്നു. ആ സമയത്താണ് പുറകിലോട്ട് ആയുകയും പുറകിലേക്ക് റോഡിന്റെ ഒരു വശത്തേക്ക് മറിഞ്ഞു വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മരത്തിന് തട്ടിയാണ് ആ ബസ് അവിടെ നിന്നത്. അതുകൊണ്ട് തന്നെ വലിയൊരു അപകടമാണ് ഒഴിവായത്. എന്തായാലും വിദ്യാർത്ഥികളുടെ ഒന്നും പരിക്ക് ഗുരുതരമല്ല എന്നത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സിജു, ശരി. സുലേഖ ശശികുമാറാണ് വിവരങ്ങൾ നൽകിയത്. ഏതായാലും തിരുവനന്തപുരത്ത് സെന്റ് ശാന്താൾ മലമുകളിലെ സെന്റ് ശാന്താൾ സ്കൂളിലെ വിദ്യാർത്ഥികൾ സഞ്ചരിച്ച മിനി ബസ് മറിഞ്ഞ് 32 വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്ന ആരുടെയും പരിക്ക് ഗുരുതരമല്ല, പരിക്കുണ്ടായിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വിവരങ്ങളാണ് സുലേഖ ശശികുമാർ നൽകിയത്.